നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. എജ്ബാസ്റ്റനിൽ ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള രണ്ടാം ടെസ്റ്റിൻ്റെ മൂന്നാം ദിവസത്തെ കളി പുരോഗമിക്കുകയാണ്. ശരിക്കും ഇന്നൊരു പോരാട്ടത്തിൻ്റെ ദിവസമായിരുന്നു. തുടക്കത്തിൽ തന്നെ 2 വിക്കറ്റുകൾ റൂട്ടിനെയും സ്റ്റോക്സിനെയും പറഞ്ഞു വിട്ടുകൊണ്ട് ഇന്ത്യ ഇംഗ്ലണ്ടിനെ 84-5 എന്ന നിലയിലേക്ക് തള്ളിയിട്ടിരുന്നു. പക്ഷേ അവിടെ നിന്ന് അതിശക്തമായിട്ട് അവർ തിരിച്ചടിച്ചു. ഹാരി ബ്രൂക്കും ജെയ്മി സ്മിത്തും ചേർന്നുകൊണ്ടുള്ള ആ ഒരു കൂട്ടുകെട്ട്, അതൊരു വല്ലാത്ത കൂട്ടുകെട്ടായിരുന്നു. ഒടുവിൽ ബ്രൂക്കിനെ പറഞ്ഞു വിട്ടുകൊണ്ട് അത് പൊളിക്കാനായി. ബ്രൂക്ക് 234 പന്തുകൾ നേരിട്ട് 158 റൺസാണ് അടിച്ചത്. അദ്ദേഹത്തെ ആകാശ് ദീപാണ് മടക്കി വിട്ടത്. എന്നാൽ സ്മിത്ത് ഒരു ഭാഗത്ത് നിൽക്കുന്നു. 207 പന്തുകൾ നേരിട്ട സ്മിത്ത് 184 റൺസുമായിട്ട് പുറത്താകുന്നു. 21 ഫോറുകളും 4 സിക്സറുകളും. ആകാശ് ദീപ് ബോക്സിനെ പറഞ്ഞു വിട്ടു 5 റൺസിന്. പിന്നെ സിറാജിൻ്റെ സംഹാരതാണ്ഡവം, കാൾസ് ഡക്ക്, ടങ്ക് ഡക്ക്, ബാഷിർ ഡക്ക്. അങ്ങനെ സിറാജ് കൊടുങ്കാറ്റായിട്ട് അഞ്ഞു വീശി. അതും എവിടെ ഒരു ഫ്ലാറ്റ് എഡ്ജ് പിച്ചിലാണ് ഈ 6 വിക്കറ്റ് പ്രകടനം അദ്ദേഹം നടത്തിയിരിക്കുന്നത്. 19.3 ഓവറുകളിൽ 70 റൺസിന് അദ്ദേഹം 6 വിക്കറ്റുകൾ വീഴ്ത്തി. അതേസമയം ആകാശ് ദീപ് മികച്ച പ്രകടനം നടത്തി. 20 ഓവറുകളിൽ 88 റൺസ് കൊടുത്തുകൊണ്ട് അദ്ദേഹം 4 വിക്കറ്റുകൾ വീഴ്ത്തി. അങ്ങനെ 407 ഇംഗ്ലണ്ടിനെ ഓൾ ഔട്ടാക്കി. ആദ്യ ഇന്നിങ്സിൽ ഇന്ത്യ 587 റൺസ് അടിച്ചിരുന്നു. ഇംഗ്ലണ്ട് 407 റൺസിന് ഓൾ ഔട്ട് ആയതോടെ ഇന്ത്യക്ക് ആദ്യ ഇന്നിങ്സിലെ ലീഡ് 180 റൺസ്. നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഇന്ത്യയുടെ രണ്ടാം ഇന്നിങ്സ് ആരംഭിച്ചിട്ടുണ്ട്. 6 റൺസിന് വിക്കറ്റൊന്നും പോകാതെ നിൽക്കുകയാണ്. ഏതായാലും ഇന്നത്തെ ദിവസം ഒരു പോരാട്ടത്തിൻ്റെ ദിവസമായിരുന്നു. സിറാജ് ഇന്ത്യക്ക് മേൽക്കൈ നേടി തന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പൊളിച്ചടുക്കിയ ഒരു ബൗളിംഗ് പെർഫോമൻസ് അദ്ദേഹത്തിൽ നിന്ന് വരുമ്പോൾ നമ്മൾ അറിയേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. നിങ്ങളൊന്ന് നോക്കുക. ഇംഗ്ലണ്ടിൻ്റെ ഇന്നിങ്സിലെ 6 ഡക്കുകളാണ്. ഡക്കറ്റ്, പോപ്പ്, സ്റ്റോക്സ്, കാൾസ്, ടങ്ക്, ബാഷിർ, അങ്ങനെ 6 ഡക്കുകൾ അവരുടെ ഇന്നിങ്സിൽ സംഭവിച്ചു. എന്നിട്ടും അവർ 407 റൺസിലേക്ക് എത്തി എന്നുള്ളതും ഇൻട്രസ്റ്റിംഗ് ആണ്. അതേസമയം സിറാജിൻ്റെ ബൗളിംഗ് പ്രകടനം നമ്മൾ നോക്കണം. അദ്ദേഹം 6 വിക്കറ്റാണ് എടുത്തിരിക്കുന്നത്. ഈ 6 വിക്കറ്റ് നേട്ടം അത് ഇംഗ്ലണ്ടിൽ മാത്രമല്ല, സൗത്ത് ആഫ്രിക്കയിൽ അദ്ദേഹത്തിൻ്റെ വക 6 വിക്കറ്റ് നേട്ടമുണ്ടായിരുന്നു. ഓസ്ട്രേലിയ അദ്ദേഹത്തിൻ്റെ വക 5 വിക്കറ്റ് നേട്ടമുണ്ടായിരുന്നു. വെസ്റ്റ് ഇൻഡീസിൽ അദ്ദേഹത്തിൻ്റെ വക 5 വിക്കറ്റ് നേട്ടമുണ്ടായിരുന്നു. ഹർഷ ബോഗ്ലെ ഇന്ന് റൈറ്റ്ലി പറഞ്ഞൊരു വാക്കുണ്ട്, സിറാജ് ഈസ് എ ക്യാപ്റ്റൻസ് ഡ്രീം. യെസ്, സിറാജ് കൊടുങ്കാറ്റായി. ഇന്ത്യ മികച്ചൊരു ലീഡും ആദ്യ ഇന്നിങ്സിൽ നേടിയിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.